കേരളത്തിൽ വീണ്ടും LDF ഭരണം വരാൻ പോകുമ്പോൾ VD സതീശന് ബേപ്പൂരിന് ഒരു സർപ്രൈസും കൊടുക്കാനാകില്ല എന്ന് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. പ്രതിപക്ഷ നേതാവ് എന്തിനങ്ങനെ പറഞ്ഞുവെന്ന് രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാവും. കോഴിക്കോട്ടെ CPM BJP ഡീൽ ആരോപണം ബേപ്പൂരും വടകരയിലും ഉണ്ടായ പഴയ കോലിബി ഓർമ്മയിൽ പറയുന്നതായിരിക്കും എന്നും മുഹമ്മദ് റിയാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നാടിനെ മാറ്റാൻ നാടറിയുന്നവൻ എന്ന ടാഗ്ലൈനോടെ ബേപ്പൂരിൽ അവസാനവട്ട പോരാട്ടത്തിലാണ് മുഹമ്മദ് റിയാസ്. ഇതിനോടകം തന്നെ അവസാന ദിവസത്തേക്ക് എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു പോരാട്ട വീര്യമൊക്കെ? നല്ല അനുകൂലമാണ്. ഓരോ ദിവസമാകുമ്പോഴും ട്രെൻഡ് അനുകൂലമായി വരികയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വം വന്നെന്ന് ഞാൻ പറഞ്ഞു. 2021 സർവകാല റെക്കോർഡ് വോട്ട് LDFന് ലഭിച്ചത് 82,000 ആ 82,000 മറികടന്ന് അതിനേക്കാൾ അധികം വോട്ട് വാങ്ങി 2026 LDF മികച്ച വിജയം നേടും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മണ്ഡലത്തിലെ വികസനം, LDF സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും പൊതുവികസനങ്ങളും, പിന്നെ പൊതു രാഷ്ട്രീയ അനുകൂലമാണ്. ഇതൊക്കെ കൂടി ചേർത്ത് വരുമ്പോൾ ഈ വിജയം ഉണ്ടാവും. മൊത്തത്തിലൊരു ട്രെൻഡ് കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ LDFന് അനുകൂലമാണോ? മൊത്തത്തിൽ അനുകൂലമാണ്. LDFന് അനുകൂലമായിട്ട് ട്രെൻഡാണ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ അതൊക്കെയും ഇത്തവണ വോട്ടായി മാറും. ഇതൊക്കെ നല്ല വോട്ടായി മാറും. അത് ജനങ്ങളാണ് വികസന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ജനങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, ജനങ്ങൾ മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളൊക്കെയാണ് പിന്നീട് വികസന പദ്ധതികളായി മാറിയിട്ടുള്ളത്. VD സതീശൻ പറയുകയുണ്ടായിരുന്നു, ബേപ്പൂരിലെ PV അൻവറിനെ ജയിപ്പിക്കുകയാണെങ്കിൽ MLA മാത്രമായിരിക്കില്ല, ഒരു സർപ്രൈസ് ഉണ്ടാവുമെന്ന്. അത് അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റൂ. ഒന്നാമത് കേരളത്തിൽ LDFന്റെ ഭരണമായിരിക്കും വരിക. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയം ദൈനംദിനം പരിശോധിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഈ കോഴിക്കോട് സൗത്തിലും അതോടൊപ്പം തന്നെ ബേപ്പൂരിലും ഒരു CPM BJP ഡീലുണ്ടെന്നുള്ള ആരോപണമുണ്ട്. അത് പഴയ കോലിബി ബേപ്പൂരും വടകര ഉണ്ടായ ഓർമ്മയെ പറയുന്നതായിരിക്കും.